ഹലോ, അസ്സാം വലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഫുഡ് റെസിപ്പി ആരെങ്കിലും ട്രൈ ചെയ്തിനോ? വീഡിയോ കാണലുണ്ടോ? എന്താ അഭിപ്രായം എല്ലാം അറിയിക്കണേ. പിന്നെ ഇന്ന് ഞാൻ മടക്ക് ചപ്പാത്തി ആക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ മടക്ക് ചപ്പാത്തി ആക്കാൻ വേണ്ടി ആദ്യം പൊടി അളന്നിട്ട് ഇതിലിട്ട് കുഴക്കുന്ന വീഡിയോയിൽ എടുത്തിട്ട് അളന്നിട്ടിട്ട് കുഴക്കുന്ന വീഡിയോയിൽ എടുത്തതാണ്. അത് മിസ്സായിപ്പോയി കേട്ടോ വീഡിയോ. പിന്നെ ഇതേ ഉള്ളൂ. ഇപ്പോൾ എഡിറ്റിന് നോക്കുമ്പോൾ അത് മിസ്സായിപ്പോയി. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടപ്പൊടിയും എടുത്തിട്ടാണ് ഉപ്പും ഇട്ട് കുറച്ച് ഓയിലും ആക്കിയിട്ട് കുഴച്ച് വെച്ചതാണ്. വെറും മൈദയിലും ഇതാക്കാം, ഫുള്ളായിട്ട് ആട്ടയിലും ആക്കാം. എന്നാലും മൈദയും ആട്ടയും സെയിം എടുത്തിട്ട് സമാസമം എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് കുഴച്ച് ചുട്ടാൽ നല്ല രസമുണ്ടാവും, കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ കുഴച്ചിട്ടൊരു 10-20 മിനിറ്റ് ഇങ്ങനെ വെച്ചതാണ്. അതിന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തി ചൂടാം. ഇതിപ്പോൾ കുഴച്ച പൊടി ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മടക്കി പരത്തിയിട്ടെല്ലാം എങ്ങനെ ചുടുന്നത് നോക്കാം. ഓരോ ഉരുള എടുത്ത് വെച്ചിട്ട് എണ്ണ തടവി കൊടുക്കുക. ഒരു ചെറിയ റൗണ്ടിൽ പരത്തിയിട്ട് കുറച്ചും കൂടി എണ്ണ ഉള്ളിൽ തടവിയിട്ട് ഒരു കോൺ ഷേപ്പിൽ മടക്കിയിട്ട് കുറച്ചും കൂടി എണ്ണയാക്കിയിട്ട് വീണ്ടും അത് പരത്തണം. പരത്തിയിട്ട് അത് പിന്നെ ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് 2 ഭാഗവും എണ്ണയാക്കി ചുട്ടെടുക്കണം. ഇത് ചൂടോടെ കഴിക്കുമ്പോൾ ഒന്നും കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കാം. അത്രയും ടേസ്റ്റാണ് ചൂടോടെ. തണുത്താലും ഭയങ്കര ടേസ്റ്റാണ്. എന്നാലും കറിയില്ലാണ്ട് ഇങ്ങനെ ചായക്ക് വെറുതെ കഴിക്കാനും ചൂടോടെ നല്ല രസമാണ്. കറി പിന്നെ പനീർ കറിയും ഇറച്ചിക്കറിയും എന്തും പച്ചക്കറിയാലും എന്തായാലും നല്ലോണം മാച്ചാവും. നല്ല സോഫ്റ്റും ആയിരിക്കും. എത്ര സമയം വെച്ചാലും ചുട്ടിട്ട് വൈകുന്നേരം വരെ വെച്ചാലും ഹാർഡാവില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും.
ഇതെയാ